എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാത വന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 7-8 വാക്യങ്ങൾ. വെളിപ്പാട് 3:7-8. ഫിലദൽഫിയയിലെ സഭയുടെ ദൂതൻ എഴുതുക: വിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോലുള്ളവനുമായി, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ, ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എൻ്റെ വചനം കാത്തു എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മറ്റൊരു പ്രഭാതം കൂടെ ദൈവം ദാനമായി നമുക്ക് നൽകി. ഫിലദൽഫിയയിലെ സഭയ്ക്കുള്ള കത്താണ് ഇന്നത്തെ നമ്മുടെ വായനയുടെ ആരംഭം. പ്രശംസയുടെ നഗരം എന്നാണ് ഫിലദൽഫിയ അറിയപ്പെടുന്നത്. 7 നഗരങ്ങളിൽ ഏറ്റവും പ്രായം കുറഞ്ഞത് ഫിലദൽഫിയ ആയിരുന്നു. പെർഗമോസിൽ നിന്ന് കുടിയേറി പാർത്തവർ അക്കാലസ് രണ്ടാമൻ്റെ കാലത്ത്, അതായത് BC 159-നും 138-നും ഇടയിൽ സ്ഥാപിച്ചതാണ് ഈ നഗരം. ഫിലദൽഫിയ എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം സഹോദരനെ സ്നേഹിക്കുന്നവൻ എന്നാണ്. അക്കാലസിന് സഹോദരനോടുള്ള സ്നേഹത്തിൻ്റെ സൂചകമായി നഗരത്തിന് നൽകിയതാണ് ഈ പേര്. ഫിലദൽഫിയ ഒരു അതിർത്തി നഗരമായിരുന്നു. മുസിയ, ലുദിയ, ഫ്രിഗിയ എന്നീ പ്രദേശങ്ങളുടെ അതിർത്തികൾ കൂടിച്ചേരുന്ന ത്രിവേണി. എന്നാലും ശത്രുക്കളുടെ ആക്രമണത്തിനുള്ള സാധ്യതകൾ കുറവായിരുന്നത് കൊണ്ട് അത് ഒരു സൈനിക കേന്ദ്രമായിരുന്നില്ല. എന്നാൽ അത് പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക കേന്ദ്രമായി പണിയപ്പെട്ടിരുന്നു. ഗ്രീക്ക് ഭാഷയും സംസ്കാരവും ലുദിയ, ഫ്രിഗിയ, മുസിയ എന്ന സംസ്ഥാനങ്ങളിലേക്ക് പ്രചരിപ്പിക്കുക ആയിരുന്നു ഉദ്ദേശം. അങ്ങനെ AD 19-ാം ആണ്ട് ആയപ്പോഴേക്കും ലുദിയക്കാർ അവരുടെ ഭാഷ പാടെ മറന്നുപോയിരുന്നു എന്നതാണ് ചരിത്രകാരന്മാർ ഓർമ്മിപ്പിക്കുന്നത്. അവരെല്ലാം ഗ്രീക്കുകാരെ പോലെ ആയിക്കഴിഞ്ഞിരുന്നു. തുറന്ന വാതിൽ എന്ന് ഉയിർത്തെഴുന്നേറ്റ ക്രിസ്തു പറയുന്നത് ഈ ഒരു വീക്ഷണ കോണത്തിൽ നിന്നാണ്. സുവിശേഷം സമീപ സംസ്ഥാനങ്ങളിലേക്ക് പ്രചരിപ്പിക്കാൻ ഏറ്റവും ഫലപ്രദമായ ഒരു മിഷൻ കേന്ദ്രത്തിനുള്ള എല്ലാ അനുകൂല സാഹചര്യങ്ങളും ഫിലദൽഫിയ വാഗ്ദാനം ചെയ്തിരുന്നു. ഇതിൻ്റെ ഉത്തരവാദിത്വവും പ്രശംസയും ഫിലദൽഫിയയിലെ സഭ അർഹിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഫിലദൽഫിയയുടെ മറ്റൊരു വശം കത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഒരു വലിയ അഗ്നിപർവ്വത താഴ്വര സമതലത്തിൻ്റെ അതിർത്തിയിലാണ് ഫിലദൽഫിയ സ്ഥിതി ചെയ്തിരുന്നത്. പല പ്രാവശ്യം അഗ്നിപർവ്വതം പൊട്ടി ഒഴുകിയ ലാവ തണുത്ത് കട്ടിയായി ഉണ്ടായ ഒരു സമതല പ്രദേശമായിരുന്നു അത്. അതുകൊണ്ട് ഭൂമി ഫലഭൂഷ്ടമായിരുന്നു എന്ന് പറയപ്പെടുന്നു. അവിടെ മുന്തിരി കൃഷി സമൃദ്ധമായിരുന്നു. അതുകൊണ്ട് നഗരം വീഞ്ഞുൽപാദനത്തിന് പ്രസിദ്ധി ആർജിച്ചു. AD 17-ാം ആണ്ട് ഉണ്ടായ വ്യാപകവും വിനാശകരവുമായ ഭൂമികുലുക്കത്തിൽ തകർന്നുപോയ 12 പ്രധാന നഗരങ്ങളുടെ കൂട്ടത്തിൽ സർദീസും ഫിലദൽഫിയയും ഉൾപ്പെടുന്നു. മറ്റ് നഗരങ്ങളിൽ ഭൂമികുലുക്കം അതിനുശേഷം ഉണ്ടായിട്ടില്ല. എന്നാൽ ഫിലദൽഫിയയിൽ അനേക വർഷക്കാലത്തേക്ക് ഭൂമികുലുക്കം ആവർത്തിച്ച് ഉണ്ടായിക്കൊണ്ടിരുന്നു. ഒരു കുലുക്കത്തിൻ്റെ കെടുതികൾ പരിഹരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്തത് ഉണ്ടായി എന്ന് വരാം. അങ്ങനെ ജനങ്ങൾ ഭയവിഹുലരായി അരക്ഷിത ബോധത്തോടു കൂടിയാണ് അവിടെ പാർത്തിരുന്നത്. അനേകം കുടുംബങ്ങൾ ഭൂകമ്പത്തെ ഭയന്ന് നഗരത്തിന് വെളിയിൽ പാർത്തിരുന്നു. ബാക്കിയുള്ളവർ ഭൂകമ്പം വരുമ്പോൾ നഗരം വിട്ട് ഓടിപ്പോവുകയും അത് കഴിഞ്ഞ് വീണ്ടും മടങ്ങി വരികയും ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ ഭൂമിശാസ്ത്ര അനുഭവങ്ങളൊക്കെ ഫിലദൽഫിയയ്ക്ക് പറയാനുണ്ട്. അവിടെ സ്ഥാപിക്കപ്പെട്ട സഭയ്ക്കാണ് ഇപ്പോൾ യോഹന്നാനിലൂടെ കർത്താവിൻ്റെ വെളിപ്പാട് നൽകുന്നത്. ഇങ്ങനെ
പലതവണ പ്രകൃതി ദുരന്തത്താൽ നശിപ്പിക്കപ്പെട്ട നഗരത്തെ പുനർനിർമ്മാണം ചെയ്യാൻ സഹായിച്ചത് മഹാമനസ്കനായ തിബരിയാസ് ചക്രവർത്തിയായിരുന്നു. അതിൻ്റെ നന്ദി സൂചകമായി അവർ ആ നഗരത്തിൻ്റെ പേര് മാറ്റി പുതിയ കൈസരിയ എന്ന് പേരിട്ടു. പിന്നീട് വെസ്പേഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് അദ്ദേഹത്തോടുള്ള നന്ദി സൂചകമായി ഫ്ലെവിയ എന്ന് പേരിട്ടു. വെസ്പേഷ്യൻ ചക്രവർത്തിയുടെ കുടുംബ പേർ ഫ്ലെവിയ എന്നായിരുന്നു. എന്നാൽ ഈ പുതിയ രണ്ട് പേരുകളും പിന്നീട് മാറ്റപ്പെടുകയും ഫിലഡൽഫിയ എന്ന പേര് തുടരുകയും ചെയ്യുന്നു. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പുതിയ നാമം എന്നതിൻ്റെ അർത്ഥം ഫിലഡൽഫിയയുടെ ചരിത്ര പശ്ചാത്തലത്തിൽ അവിടുത്തെ സഭയ്ക്ക് വളരെ അറിയാവുന്ന കാര്യമായിരുന്നു. പ്രശംസാപാത്രമായിരുന്ന ഫിലഡൽഫിയ നഗരം പിൽക്കാലത്ത് ഒരു മഹാനഗരമായി വളർന്നു. തുർക്കികളും മുഹമ്മദീയരും ആസിയയെ ആക്രമിച്ചു മറ്റ് നഗരങ്ങളെല്ലാം നശിപ്പിച്ചപ്പോൾ ഫിലഡൽഫിയ സുരക്ഷിതമായിരുന്നു. നൂറ്റാണ്ടുകളോളം പുറജാതികളുടെ ലോകത്ത് ഒരു സ്വതന്ത്ര ക്രിസ്തീയ നഗരമായി അത് നിലനിന്നു എന്നും ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. മറ്റ് സഭകളെല്ലാം നാമാവിശേഷമായി പോയിട്ടും ഫിലഡൽഫിയ അങ്ങനെ തന്നെ കുറേ കാലത്തേക്ക് മധ്യ നൂറ്റാണ്ട് വരെയൊക്കെ നിന്നിരുന്നു എന്നും 14-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടുകൂടി അത് പിന്നെയും ക്ഷയിച്ചു പോയി എന്നും പറയപ്പെടുന്നു. എന്നാലും ഒരു ക്രൈസ്തവ ബിഷപ്പും ഒരു കുറച്ച് ക്രിസ്ത്യാനികളും പാർക്കുന്ന ഒരു ക്രിസ്തീയ നഗരമായി അത് പിന്നീട് മാറുകയും ചെയ്തു. സ്ഥാനപ്പേരുകളും അവകാശവാദങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. ഫിലഡൽഫിയയിലെ സഭയ്ക്കുള്ള ദൂതിൻ്റെ മുഖവരയിൽ ക്രിസ്തുവിന് നൽകുന്ന 3 സ്ഥാനപ്പേരുകൾ വലിയ അവകാശവാദമടങ്ങുന്നതാണ്. ഒന്ന്, പരിശുദ്ധൻ. ദൈവത്തിൻ്റെ വിശേഷണങ്ങളാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് പരിശുദ്ധൻ. സെറാഫുകൾ അങ്ങനെ പാടുന്നത് യെശയ്യാ പ്രവാചകൻ കേട്ടു എന്ന് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 3-ാം വാക്യത്തിലും 43-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധൻ എന്നതിൻ്റെ മൂല അർത്ഥം വേർതിരിക്കപ്പെട്ടവൻ എന്നാണ്. ദൈവം ഏക പരിശുദ്ധനാണെന്ന് പറഞ്ഞാൽ ദൈവത്തിന് തുല്യമായി മറ്റാരുമില്ല എന്നർത്ഥം. ആ വിശേഷണം ഉയിർത്തെഴുന്നേറ്റ ക്രിസ്തുവിന് നൽകിയതിൻ്റെ അർത്ഥം അസ്തിത്വത്തിൽ പിതാവും പുത്രനും സമമായിരിക്കുന്നു അഥവാ ഏകമായിരിക്കുന്നു എന്നതാണ്. രണ്ടാമത്തെ ഒരു വിശേഷണം സത്യവാൻ എന്നതാണ്. സത്യവാൻ എന്നുള്ളതിന് ഗ്രീക്കിൽ 2 വാക്കുകളുണ്ട്. ഒന്ന് അലേത്തേസ്, ശരിയായ പ്രസ്താവന എന്നാണ് അർത്ഥം. രണ്ടാമത്തേത് അലേത്തിനോസ്. ഈ ഗ്രീക്ക് പദത്തിന് യഥാർത്ഥമായിട്ടുള്ളത് അല്ലെങ്കിൽ യഥാർത്ഥവാൻ എന്നാണ് അർത്ഥം. ഇതിൽ രണ്ടാമത്തെ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. യേശു ക്രിസ്തു സാക്ഷാൽ ദൈവമാണ്, അവനിൽ സകല യാഥാർത്ഥ്യവും കുടികൊള്ളുന്നു. ഇനിയും സത്യത്തെയും യാഥാർത്ഥ്യത്തെയും അന്വേഷിച്ച് എങ്ങും പോകേണ്ട ആവശ്യമില്ല. മൂന്നാമത്തെ വിശേഷണം ദാവീദിൻ്റെ താക്കോലുള്ളവൻ. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ. ഈ താക്കോൽ അധികാരത്തിൻ്റെ പ്രതീകമാണ്, പരമാധികാരം. അതിനെ ആരും ചോദ്യം ചെയ്യാനില്ല. ഈ ആശയത്തിന് പിന്നിൽ ഒരു പഴയ നിയമ ഒരു ചിത്രമുണ്ട്. യെഹെസ്കേയായുടെ വിശ്വസ്ത കാര്യവിചാരകനായ എലിയാക്കീമിന് രാജാവിൻ്റെ സന്നിധിയിൽ ആരെയും പ്രവേശിപ്പിക്കാൻ അധികാരമുണ്ടായിരുന്നു. ഭവനത്തിന്മേൽ പൂർണ്ണ അധികാരമുണ്ടായിരുന്നു. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 22-ാം അധ്യായത്തിലാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഈ വാക്യത്തിൽ നിന്നാണ് യോഹന്നാൻ ഉദ്ധരിക്കുന്നത്, നിത്യനായ ദൈവത്തിൻ്റെ സകല പ്രവൃത്തികളിന്മേൽ സ്വർഗീയ യെരുശലേമിന്മേൽ സമ്പൂർണ്ണ അധികാരം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനാണ് ഉള്ളത്. മറ്റൊന്ന് തുറന്ന വാതിൽ. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ മഹത്തായ വാഗ്ദാനമാണ് ഫിലദൽഫിയ സഭയ്ക്ക് ആർക്കും അടയ്ക്കുവാൻ കഴിയാതെ വണ്ണം വാതിൽ തുറന്നു കൊടുത്തിരിക്കുന്നു എന്നുള്ളത്. എന്താണ് ഈ വാതിൽ? അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ
സുവിശേഷ പ്രചരണത്തിന് വേണ്ടിയുള്ളൊരു വാതിൽ അവിടെയുണ്ട്. യേശു ആകുന്ന വാതിൽ, മശിഹ സമൂഹത്തിലേക്കുള്ള പ്രവേശനം, പ്രാർത്ഥനയാകുന്ന വാതിൽ, അങ്ങനെ പല കാര്യങ്ങൾ പറയാനുണ്ട്. നാളത്തെ നമ്മുടെ ഡിവോഷന് ഈ വാതിലിനെ കുറിച്ച് ചിന്തിക്കാം എന്ന് കരുതുന്നു. ഇന്ന് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആർക്കും തുറക്കാൻ പറ്റാത്ത വിധത്തിൽ വാതിൽ അടയ്ക്കുന്ന കർത്താവ് നമ്മോട് കൂടെയുണ്ട്. അതുപോലെ ആർക്കും അടയ്ക്കാൻ പറ്റാത്ത വിധത്തിൽ, ആർക്കും തുറക്കാൻ പറ്റാത്ത വിധത്തിൽ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്ന കർത്താവ് നമ്മോട് കൂടെയുണ്ട്. കർത്താവ് നമുക്ക് വേണ്ടി വാതിൽ തുറന്നാൽ ലോകത്തിലാർക്കും അത് അടയ്ക്കാൻ സാധ്യമല്ല. ഒരു വലിയ വിശ്വാസം ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ നമ്മളെ പിന്തുടരട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വഴിയും വാതിലും സത്യവാനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ മറ്റൊരു പ്രഭാതം കൂടെ ദാനമായി നൽകിയല്ലോ. അവിടുത്തെ കൃപയിൽ ആശ്രയിക്കുന്നു. ഇന്നത്തെ പ്രഭാതം മുതൽ പ്രദോഷം വരെ കർത്താവിൻ്റെ സാന്നിധ്യത്തിന് നിറവ് നൽകി ഞങ്ങളെല്ലാവരെയും വഴി നടത്തണമേ. ബലം അവിടുത്തെ ദാനമാണ്. ആരോഗ്യം ദൈവം തമ്പുരാൻ്റെ ദാനമാണ്. ആയുസ്സ് കർത്താവിൻ്റെ ദാനമാണ്. എല്ലാറ്റിനും സ്തോത്രം. ഇന്ന് ഞങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഫലകരമായി ചെയ്യുവാൻ, വിശ്വസ്തരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. അവിടുത്തെ കൃപയിൽ ആശ്രയിക്കുന്നു. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും വിവാഹവാർഷികം ആഘോഷിക്കുന്നവരെയും പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണയിൽ അനുഗ്രഹത്തിൻ്റെ അനുഭവങ്ങൾ പുതുവർഷത്തിൽ നൽകണമേ. യേശു മശിഹയുടെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നാം എല്ലാവരോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.